ഹായ് ഗൈസ്. സോ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ക്ലാസ് 9 എന്ന് പറയുന്ന വലിയൊരു കടമ്പ ചാടിക്കടന്നതിന്റെ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. സോ എന്താണ് നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് എവിടെയെങ്കിലും പോയതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയതായിരിക്കാം. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത കാര്യം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ വെക്കേഷനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, പോയി അങ്ങ് മെയ് എത്തിയിട്ടുണ്ട്, കയ്യാറായി. സോ ബാക്ക് ടു സ്കൂളിലേക്ക് നിങ്ങൾ പോകാൻ പോവാണ്. എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്? അതും ക്ലാസ് 10 SSLC മക്കളായിട്ടാണ് നിങ്ങൾ പോകുന്നത്. SSLC എന്ന് പറയുന്ന പുതിയൊരു ലോകത്തിലേക്കാണ് മക്കളെ നിങ്ങൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഇപ്പോഴേ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ, SSLC ആണല്ലേ, ഫുൾ A+ വാങ്ങണ്ടേ, അങ്ങനത്തെ പറച്ചിലൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ വീട്ടുകാരും പറയുന്നുണ്ടാവും, SSLC എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാണടാ, നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തായി തീരുന്നു, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നു ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഒരൊറ്റ എക്സാം ആണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുണ്ടാവും, പോടെ അതൊന്നും ആലോചിക്കുന്നില്ല പറഞ്ഞു ഒഴിവാക്കി വിടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഉള്ളിലൊരു ചെറിയ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും, ഫുൾ A+ വാങ്ങിയാൽ കൊള്ളായിരുന്നു. ഇല്ലേടാ, നിങ്ങൾക്കിപ്പോ പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാവും, എനിക്ക് പഠിച്ചാൽ കൊള്ളായിരുന്നു, ഫുൾ A+ വാങ്ങിയാൽ എൻ്റെ ബാനറിലൊക്കെ ഫോട്ടോ വരുമല്ലോ, ഞാൻ ചേച്ചിമാരതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബാനറിലൊക്കെ ഫോട്ടോ വന്നത് കണ്ടിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ അനുമോദനങ്ങൾ കിട്ടിയത് കണ്ടിട്ടുണ്ടല്ലോ ഫുൾ A+ കിട്ടിയിട്ട്, അങ്ങനെയെങ്കിൽ എനിക്കും കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉള്ളിൽ ചെറിയ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ചില ആൾക്കാർ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവും ഇപ്പം തന്നെ, ഞാൻ ഇനി ഫുൾ പഠിക്കും, ഞാൻ ബുക്കിന്റെ മുന്നിൽ നിന്ന് എണീക്കൂല, 24 മണിക്കൂറിൽ 8 മണിക്കൂറും ഞാൻ ബുക്കിന്റെ മുന്നിൽ ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിജ്ഞ ചെയ്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. സോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലടാ, നമ്മൾ ക്ലാസ് 10 തകർത്ത് പൊളിച്ച് അടിച്ചു പൊളിച്ചിരിക്കും. ഓക്കെ, ക്ലാസ് 10ന്റെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ്. നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ക്ലാസ് 9 എത്തിയപ്പം ആ ടെക്സ്റ്റ് ബുക്ക് മാറി, ക്ലാസ് 10 എത്തിയപ്പം ആ ടെക്സ്റ്റ് ബുക്ക് മാറി. പക്ഷെ പേടിക്കാനൊന്നുമില്ലടാ, മാറ്റങ്ങൾ എന്തായിക്കോട്ടെ, നമ്മൾ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറിയിരിക്കും. നമ്മൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചിരിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയില് മാത്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, മാത്സിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വന്ന സമയത്ത് പാർട്ട് 1 വരുന്നത് ഇത്രയും 7 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒന്നാമത്തത് അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, സർക്കിൾ ആൻഡ് ആംഗിൾസ്, അരിത്തമാറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്. അതായത് സമാന്തര ശ്രേണികളുണ്ട്, വൃത്തങ്ങളും കോണുകളും, സമാന്തര ശ്രേണിയും ബീജഗണിതവും, സാധ്യതകളുടെ ഗണിതം, രണ്ടാം കൃതി സമവാക്യങ്ങൾ, ത്രികോണമിതി, സൂചക സംഖ്യകൾ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ പാർട്ട് 1 വരുന്നത്. അപ്പൊ പാർട്ട് 2 എന്തായാലും ഒരു 7 ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ എക്സാമിൽ ഇതിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ മാറ്റം എന്ന് പറയുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കായിട്ട് കൂടുതൽ മാറ്റങ്ങളൊന്നും ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല. ഇത് രണ്ടും ഒരൊറ്റ ചാപ്റ്റർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും ഈ ഒന്നാമത്തതും മൂന്നാമത്തെ ചാപ്റ്ററും ഒരൊറ്റ ചാപ്റ്റർ ആയിട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നത്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഉള്ളിലുള്ള കോണ്ടന്റ്സിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ കോണ്ടന്റ്സ് വന്നിട്ടുണ്ട്, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഡെപ്തിലേക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത്ര മാറ്റങ്ങളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എക്സാം. നിങ്ങൾക്കറിയാം, ക്ലാസ് 9 എക്സാം കഴിഞ്ഞ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലെ. അതിന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ക്ലാസ് 9 3 എക്സാമും. ഓൺ എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു SSLC എക്സാമും വരാൻ പോകുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല ഏതൊരു ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് പറയാൻ പറ്റായിരുന്നു, ഈ ഒരു ചാപ്റ്ററിന് ഇത് പഠിച്ചാൽ മതി, ഈ ചാപ്റ്ററിന് ഇത് നോക്കിയാൽ മതി, ഈ ചാപ്റ്ററിന് ഈ ക്വസ്റ്റ്യനേ വരുള്ളൂ, ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പ്, ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കായി, അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ഒരു കൊല്ലം ടെക്സ്റ്റ് ബുക്ക് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാന്ന്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. അപ്പൊ എന്താ നമുക്ക് ഇതിനുള്ള ആകെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ പഠിക്കുക എന്നുള്ളതാണ്. ബേസിക്സ് മുതൽ പഠിക്കുക എന്നുള്ളതാണ്. മാത്സ് പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ പുതിയ കാര്യങ്ങൾ വെറുതെ ഓടിച്ച് വായിച്ച് നോക്കിയിട്ടും കാണാതെ പഠിച്ചു നോക്കിയിട്ടും 24 മണിക്കൂറിൽ 8 മണിക്കൂർ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. നമ്മൾ പഠിക്കുമ്പോൾ ബേസിക്സ് മുതലേ പഠിച്ചു തുടങ്ങിയാലേ മാത്സിന് കാര്യം ഉണ്ടാവുള്ളൂ. ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണം. ഓരോ കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചേ പറ്റൂ. സോ ഇതൊക്കെ പഠിക്കാൻ എന്ത് വേണം? നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ടർ ആവശ്യം വളരെ വലുതാണ് അല്ലേ. ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് ക്ലാസ് 10 സൂപ്പർ ബാച്ച്.
SSLC സൂപ്പർ ബാച്ച്. നമ്മുടെ എഡ്യൂപോർട്ടിന്റെ നിങ്ങളുടെ സ്വന്തം കേരളാസ് നമ്പർ 1 ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് 10ന്റെ സൂപ്പർ ബാച്ച്. അതിലൊരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. 3999 ബാച്ച് 3499 ആണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടാൻ പോകുന്നത്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടോപ്പിക്സ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങ് പഠിപ്പിച്ചു തരും. ഒന്നായിട്ട് പഠിപ്പിക്കൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ എക്സാമിനും അവസാന നിമിഷം കൊണ്ടുപോയിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി പഠിക്കുന്നില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മുതലേ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. അതുപോലെ നമ്മൾ അങ്ങ് പഠിച്ചു തുടങ്ങും. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരു ദിവസം 8 മണിക്കൂർ നിങ്ങൾ ബുക്കിന്റെ മുന്നിൽ നിങ്ങളുടെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ 8 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്താണ്, നമുക്ക് എന്താണോ പഠിക്കേണ്ടത്, എപ്പോഴാണോ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ ഓരോ ദിവസം കവർ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ പഠിച്ചിരിക്കും. നമ്മൾ പഠിക്കേണ്ട രീതിയിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതും സിമ്പിളാണടാ. എത്ര മാറ്റങ്ങൾ വന്നോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാണ്, അടിപൊളിയാണ്. സോ നമ്മൾ കളറാക്കും, സെറ്റാക്കും. എക്സാം എങ്ങനെ വന്നോട്ടെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിരിക്കും. ഓരോ എക്സാംസ് വരുന്നതിന് മുന്നേയും നമ്മൾ മോഡൽ എക്സാംസ് എഴുതും. അത് ഓൺ എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, ഇതിന്റെ മുന്നേ ഒക്കെ നമ്മൾ ഒരുപാട് യൂണിറ്റ് ടെസ്റ്റുകളും അതുപോലെ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് സെറ്റായിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ഫൈനൽ എക്സാം SSLC എക്സാമിലേക്ക് നിങ്ങൾക്ക് വിടുകയുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പം മുതൽ പഠിച്ചു തുടങ്ങാന്ന് ഉള്ളിൽ പ്രതിജ്ഞ എടുത്ത മക്കളൊക്കെ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്ന സമയത്ത് എന്തായാലും പറഞ്ഞിരിക്കും, എനിക്ക് ഫുൾ A+ ആണ് മിസ്സേ, എനിക്ക് ഫുൾ A+ കിട്ടി മിസ്സേ എന്ന് പറഞ്ഞിരിക്കും. സോ നമുക്ക് അടിപൊളിയാക്കണം, സെറ്റാക്കണം, SSLC കളറാക്കണം. എന്തോ ആയിക്കോട്ടെ, മാറ്റങ്ങൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിയിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.